السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن سن بسنته إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ അൽ ഖസീദത്തുൽ ലാമിയ എന്ന ചെറിയൊരു കവിതയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസ കാര്യങ്ങളിൽ ചുരുക്കം ചില കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന വളരെ മനോഹരമായ ഒരു ചെറിയ കവിതയാണ് അൽ ഖസീദത്തുൽ ലാമിയ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചും വിശ്വാസ കാര്യങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മദ്ഹബ് നിലപാടിനെക്കുറിച്ചുമൊക്കെ ചോദിച്ചു വന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹം നൽകുന്ന മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കവിത എന്നാണ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ കവിതയിൽ ഇനി നമുക്ക് അടുത്തതായി വായിക്കാനുള്ള വരിയിൽ ഷെയ്ഖ് റഹിമഹുള്ള പറയുന്നു: وجميع آيات الصفات أمرها حقا كما نقل الطراز الأول وأرد عهدتها إلى نقالها وأصونها عن كل ما يتخيل. ഈ വരികളിൽ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രതിപാദിക്കുന്നത്. അതായത് അഖീദത്തു അഹ്ലുസുന്ന വൽ ജമാഅ ഫി സിഫാത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട്, സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നയുടെ വിശ്വാസ നിലപാട്, അതാണ് ഷെയ്ഖ് റഹിമഹുള്ള ഇവിടെ പറയുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഅകളെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചും സിഫാത്തുകളെക്കുറിച്ചും അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം എന്താണ്? അഖീദ എന്താണ്? അവർ വിശ്വസിക്കുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അസ്മാഅകളുമുണ്ട്, സിഫാത്തുകളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പേരുകളുമുണ്ട്, വിശേഷണങ്ങളുമുണ്ട്. അത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കിതാബിൽ, ഖുർആനിൽ സ്വന്തത്തെക്കുറിച്ച് പേരുകളുള്ളതായും സിഫാത്തുകളുള്ളതായും നമുക്കറിയിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹിഹായ സുന്നത്തിൽ, ഹദീസുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പേരുകളുള്ളതായും അതുപോലെ തന്നെ സിഫാത്തുകൾ, വിശേഷണങ്ങളുള്ളതായും നമുക്കറിയിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും നല്ല പേരുകളുണ്ട്. ഈ പേരുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, അസ്മാഉല്ലാഹി ഗൈറു മഹ്സൂറ ബിഅദദിൻ മുഅയ്യൻ, അള്ളാഹുവിൻ്റെ പേരുകൾ എന്നുള്ളത് ഒരു നിശ്ചിത എണ്ണത്തിൽ ക്ലിപ്തപ്പെടുത്തപ്പെട്ട, പരിമിതപ്പെടുത്തപ്പെട്ട കാര്യമല്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് ഒരുപാട് പേരുകളുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ 99 പേരുകൾക്കൊരു സവിശേഷത അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മൻ മിഅത്തുൻ ഇല്ലാ വാഹിദ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളുണ്ട്, 100 കുറവ്, 99 പേരുകളുണ്ട്. മൻ അഹ്സാഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആര് ആ 99 പേരുകൾ ഇഹ്സാ ചെയ്യുന്നുവോ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. എന്താണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഇഹ്സാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ ഇഹ്സാഇനെ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇവിടെ ഇഹ്സാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്നാമത്തേത് അത് ഹിഫ്ളാക്കുക, അല്ലാഹുവിൻ്റെ 99 പേരുകൾ അത് പഠിക്കുക. രണ്ടാമത്തെ കാര്യം അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മനസ്സിലാക്കുക.
പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ആ പേരുകൾ മുഖേന അള്ളാഹുവിനെ നീ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇത് 2 രീതിയിലുണ്ട്. ഈ മൂന്നാമത് പറഞ്ഞ കാര്യം 2 രീതിയിലുണ്ട്. അതിലൊന്നാമത്തേത്, ഈ പേരുകൾ മുൻനിർത്തി നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി റബ്ബിനോട് ദുആ ചെയ്യുക എന്നുള്ളത് തവസ്സുലിൻ്റെ, അനുവദിക്കപ്പെട്ട തവസ്സുലിൻ്റെ ഒരു ഇനമായി നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഈ പേരുകൾ അർത്ഥമാക്കുന്ന ഈ പേരുകളുടെ തേട്ടമനുസരിച്ച് നീ നിൻ്റെ ജീവിതം ആ നിലക്കാക്കി മാറ്റുക എന്നുള്ളതാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഅകൾ അറിയിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ തേടുന്ന അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ താല്പര്യങ്ങൾ, അതിനനുസരിച്ച് നീ നിൻ്റെ ജീവിതം ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു റബ്ബുൽ ആലമീൻ, അവൻ്റെ പേരുകളിലൊന്നാണ് അൽ അഹദ്. അവൻ ഏകനാണ്. ആ പേര് തേടുന്ന അതിൻ്റെ താല്പര്യം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നീ എല്ലാ കാര്യത്തിലും ഏകനാക്കണം. ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനമായ കാര്യമായ തൗഹീദ് അതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ റുബൂബിയത്തിലും അവൻ്റെ ഉലൂഹിയത്തിലും അസ്മാ വ സിഫാത്തിലും എല്ലാം നീ അവനെ ഏകനാക്കി തൗഹീദോടുകൂടി നീ ജീവിക്കണം. മുവഹിദായി നീ ജീവിക്കുക എന്നതാണ് ആ പേര് താല്പര്യപ്പെടുന്നത്. അള്ളാഹു എല്ലാം കാണുന്നവനും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനുമാണ്. അവൻ റഖീബാണ്, അവൻ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ പേരുകൾ, അത് തേടുന്ന അതിൻ്റെ താല്പര്യങ്ങൾ, അതിനനുസരിച്ച് നീ നിൻ്റെ ജീവിതം നയിക്കുക. നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, വേണ്ട നീ നിൻ്റെ മനസ്സിൽ മന്ത്രിക്കുന്നത് പോലും, കണ്ണിൻ്റെ കട്ടുനോട്ടം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുകയും കാണുകയും അത് മനസ്സിലാക്കുകയും നിന്നെ അവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ആ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി നീ ജീവിക്കുക. എങ്കിൽ നിനക്ക് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആ ഒരു ബോധ്യം നിന്നെ സഹായിക്കുന്നതാണ്. ഇങ്ങനെ സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ പേരുകൾ താല്പര്യപ്പെടുന്നതിനനുസരിച്ച് നിൻ്റെ ജീവിതം അതിനനുസരിച്ച് നീ ജീവിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇഹ്സാ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഉൾക്കൊള്ളിച്ച് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. വല്ലാഹു ആലം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൻ്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ ഈ പറയപ്പെട്ട രീതിയിൽ 99 പേരുകൾ ആരെങ്കിലും ഇഹ്സാ ചെയ്യുകയാണ് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. എന്നാൽ സഹോദരങ്ങൾ, ഇവിടെ ഒരു സംശയം വരാൻ സാധ്യതയുള്ളത്, ഈ ഹദീസിൽ 100-ൽ 1 99 പേരുകളാണ് അള്ളാഹുവിനുള്ളത് എന്ന് പറഞ്ഞു. എന്നാൽ ആ 99 പേരുകൾ മാത്രമാണോ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളത്? അല്ല. ഞാനത് തുടക്കത്തിൽ പറഞ്ഞു, അള്ളാഹുവിന് അവൻ്റെ പേരുകൾ എന്നുള്ളത് ഒരു നിശ്ചിത എണ്ണത്തിൽ ക്ലിപ്തപ്പെടുത്തപ്പെട്ട ഒരു കാര്യമല്ല. അള്ളാഹുവിന് ഒരുപാട് നമുക്കെണ്ണമറിയാത്തത്ര അധികം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. അതറിയിക്കുന്ന മറ്റൊരു ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മനോഹരമായ ഒരു ദുആ, ദുഃഖവും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, മാനസിക പ്രയാസവും വിഷമങ്ങളുമൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമ്മോട് പ്രാർത്ഥിക്കുവാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മനോഹരമായ ഒരു പ്രാർത്ഥനയിൽ, അതിൻ്റെ ഭാഗത്ത്, ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗത്ത്, ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗത്ത് നമുക്കിങ്ങനെ കാണാം. ആ പ്രാർത്ഥന തുടങ്ങുന്നത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അബ്ദുക് വബ്നു അബ്ദിക് വബ്നു അമതിക് നാസിയതി ബിയദിക് മാളിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖദാഉക് എന്നിങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ വിശേഷണങ്ങളൊക്കെ മുൻനിർത്തി പറഞ്ഞുകൊണ്ട് ഇനി അള്ളാഹുവിനോട് തേടുകയാണ്. അസ്അലുക, അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബികുല്ലിസ്മിൻ ഹുവ ലക്, നിനക്കുള്ള എല്ലാ പേരുകളും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. അവിടെ എണ്ണം പറഞ്ഞോ? ഇല്ല. എല്ലാ പേരുകളും, നിൻ്റെ എല്ലാ പേരുകളും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു.
സമ്മൈത ബിഹി നഫ്സക്, എങ്ങനെയുള്ള പേരുകളാണത്? നീ നിനക്ക് വിളിച്ചിട്ടുള്ളതായ പേരുകൾ, നീ നിനക്ക് തന്നെ നിശ്ചയിച്ചിട്ടുള്ളതായ പേരുകൾ. ഔ അൻസൽതഹു ഫി കിതാബിക്, അല്ലെങ്കിൽ നീ നിൻ്റെ കിതാബിൽ അവതരിപ്പിച്ച പേരുകൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നീ നിൻ്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത പേരുകൾ. ഔ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക്, നീ ഒരാൾക്കും അറിയിച്ചു കൊടുക്കാതെ നിൻ്റെ അദൃശ്യജ്ഞാനത്തിൽ മാത്രം, നിനക്ക് മാത്രം അറിയാവുന്ന, നിൻ്റെ അദൃശ്യജ്ഞാനത്തിലുള്ള, നിൻ്റെ ഇൽമുൽ ഗൈബിലുള്ള, നിനക്ക് മാത്രം അറിയാവുന്ന പേരുകൾ. ആ പേരുകൾ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം അറിയാവുന്ന ഒരുപാട് പേരുകൾ അള്ളാഹുവിനുണ്ട്. 99 മാത്രമല്ല, ആ 99 പേരുകൾ അത് ഇഹ്സാ ചെയ്താൽ അതിന് ചില പ്രത്യേകതകളുണ്ട് എന്ന് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പണ്ഡിതന്മാർ ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ പറയാണ്, എൻ്റെ കയ്യിൽ സ്വതക്ക കൊടുക്കാൻ 100 രൂപയുണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ ആകെ 100 രൂപയേ ഉള്ളൂ എന്നൊരാളും പറയുകയില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണ്? അയാളുടെ കയ്യിലുള്ള 100 രൂപ അയാൾ സ്വതക്കക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അതല്ലാത്ത വേറെയും ഒരുപാട് സമ്പത്ത് അയാളുടെ കയ്യിലുണ്ട് എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകളിൽ നിന്ന് 99 പേരുകൾക്കൊരു പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു. ആ 99 പേരുകൾ നീ ഇഹ്സാ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ ഒരു ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയും പറഞ്ഞത് സഹോദരങ്ങളെ, അള്ളാഹുവിന് ഉന്നതമായ പേരുകളുണ്ട്. ആ പേരുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിന് വിശേഷണങ്ങളുമുണ്ട്. അള്ളാഹു പറയുന്നു, വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിന് ഉന്നതമായ വിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ ഓരോ ഇസ്മുകളും പേരുകളും അതിലെല്ലാം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ പേരാണ് അർ റഹ്മാൻ അർ റഹീം എന്നുള്ളത്. ആ 2 പേരുകളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന സിഫത്ത് വിശേഷണം അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പേരാണ് അൽ അലീം, അസ് സമീ, അൽ ബസീർ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പേരുകളാണ്. അതിലെല്ലാം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അലീം എന്ന പേരിൽ അള്ളാഹുവിൻ്റെ ഇൽമ്, അറിവ് എന്ന സിഫത്തും, സമീ, ബസീർ, അള്ളാഹു എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും എന്ന അള്ളാഹുവിൻ്റെ പേരുകളിൽ അള്ളാഹുവിൻ്റെ കാഴ്ച, അള്ളാഹുവിൻ്റെ കേൾവി എന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഓരോ പേരുകളിലും അവൻ്റെ വിശേഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതല്ലാതെയും ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ അറിയിക്കുന്ന സിഫത്തുകളല്ലാതെ തന്നെ പ്രത്യേകമായ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ ചില വിശേഷണങ്ങൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മുഖം, അള്ളാഹുവിൻ്റെ കൈകൾ, അള്ളാഹുവിൻ്റെ കണ്ണ്, ഈ രീതിയിലുള്ള അവൻ്റെ സിഫത്തുകൾ സ്ഥിരപ്പെട്ടു വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ നുസൂല്, അള്ളാഹു ഇറങ്ങി വരും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഗദബ്, അള്ളാഹുവിൻ്റെ കോപം, അള്ളാഹുവിൻ്റെ തൃപ്തി, റിദ, അതുപോലെ തന്നെ അള്ളാഹു ചിരിക്കും, സന്തോഷിക്കും. ഈ രീതിയിലൊക്കെ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പേരുകളുമുണ്ട്. അള്ളാഹുവിന് അവൻ്റെ മഹത്വത്തിനും പരിപൂർണതക്കും എല്ലാം യോജിക്കുന്ന വിധം അള്ളാഹുവിന് ചില വിശേഷണങ്ങളുമുണ്ട് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഈ വിഷയത്തിലുള്ള വിശ്വാസം എന്നുള്ളത്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് ഈ വരിയിൽ തുടക്കത്തിൽ പറയുന്നത് എന്താണ്? വജമീഉ ആയാതി സിഫാതി, സിഫത്തുകളുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ ആയത്തുകളും, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മുഴുവൻ ആയത്തുകളും. ഇവിടെ ആയത്തുകൾ എന്ന് പറഞ്ഞതിൽ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, സിഫത്തുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളും ഈ പറഞ്ഞതിൽ ഉൾപ്പെടും. ഖുർആനിലെ ആയത്തുകൾ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സഹിഹായ ഹദീസുകളും ഈ പറഞ്ഞതിൽ ഉൾപ്പെടും. അപ്പോൾ പ്രമാണങ്ങളിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മുഴുവൻ കാര്യങ്ങളും ഉമിർറുഹ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ സ്ഥിരപ്പെടുത്തും. ഹഖ്ഖൻ എന്ന് പറഞ്ഞാൽ അലാ ഹഖീഖതിഹാ അല്ലതി വറദത്, എങ്ങനെയാണോ ആ സിഫത്തുകളെക്കുറിച്ച് അറിയിക്കുന്ന ആയത്തുകളും ഹദീസുകളും വന്നിട്ടുള്ളത്, എങ്ങനെയാണോ അത് സ്ഥിരപ്പെട്ടത്, അതുപോലെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ, അതിനെ തഅ്വീൽ ചെയ്യാതെ, ദുർവ്യാഖ്യാനിക്കാതെ, അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ, ഹഖീഖത്തിൽ തന്നെ ഞാൻ അതിനെ സ്ഥിരപ്പെടുത്തും എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇതിന് തൊട്ടു മുമ്പുള്ള വരിയിൽ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? വിശ്വാസകാര്യങ്ങളിൽ കിതാബും സുന്നത്തുമല്ലാതെ അവലംബിക്കുകയില്ല എന്ന കാര്യമാണ്. വഅഖൂലു ഖാല അല്ലാഹു ജല്ല ജലാലുഹു വൽ മുസ്തഫൽ ഹാദി വല അതഅവലു. കഴിഞ്ഞ ദർസിൽ നമ്മളത് വിശദീകരിച്ചു. വിശ്വാസകാര്യങ്ങളിൽ തെളിവ് പിടിക്കുമ്പോൾ ഞാൻ പറയുക, അല്ലെങ്കിൽ എൻ്റെ അവലംബമായി ഞാൻ പറയുന്നത് അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന കാര്യമാണ്. വല അതഅവലു, ഞാൻ അതിനെന്ത് ചെയ്യൂല, പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയില്ല എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ വരിയിൽ ഷെയ്ഖ് പറയുന്ന കാര്യം എന്താണ്? ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രമാണങ്ങൾ, അതിനെ സ്ഥിരപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? അതാണ് ഷെയ്ഖ് റഹിമഹുല്ല ഈ വരിയിൽ തുടർന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഉമിർറുഹ ഹഖ്ഖൻ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച് വന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ സ്ഥിരപ്പെടുത്തും, യഥാർത്ഥ രൂപത്തിൽ തന്നെ ഞാൻ അതിനെ സ്ഥിരപ്പെടുത്തും. കമാ നഖല തിറാസുൽ അവ്വലു, മുൻഗാമികൾ എങ്ങനെയാണോ അത് കൈമാറിയത്, മുൻഗാമികൾ ശേഷമുള്ള ആളുകളിലേക്ക്, പിൽക്കാലക്കാരിലേക്ക് എങ്ങനെയാണോ അത് കൈമാറിയത്, എപ്രകാരമാണോ മുൻഗാമികളിൽ നിന്ന് അത് കൈമാറി വന്നത്, അതുപോലെ ഞാൻ ആ പ്രമാണങ്ങളെ, സിഫത്തുകൾ അറിയിക്കുന്ന പ്രമാണങ്ങളെ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളും ഞാൻ സ്ഥിരപ്പെടുത്തും. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യം, അഥവാ മുൻഗാമികളിൽ നിന്ന് എങ്ങനെയാണോ ഉദ്ധരിക്കപ്പെട്ടു വന്നത് അതുപോലെ ഞാൻ സ്ഥിരപ്പെടുത്തും എന്ന് ഈ പറഞ്ഞിട്ടുള്ള ഇതേ വാചകം തന്നെ, ഇതേ ആശയത്തിലുള്ള കാര്യം തന്നെ മുൻഗാമികളിൽ നിന്ന്, സലഫുകളിൽ നിന്ന്, ഒന്നിലധികം പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, അൽ ഇമാം അൽ ഔസാഇ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, സുഇല മഖ്ഹൂൽ വസ്സുഹ്രി അൻ തഫ്സീരിൽ അഹാദീസ്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹദീസുകൾ, അതിൻ്റെ വിശദീകരണത്തെക്കുറിച്ച് ഇമാം സുഹ്രിയും ഇമാം മഖ്ഹൂൽ റഹിമഹുമുല്ലാ ഇരുവരും ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അമിർറൂഹ കമാ ജാഅത്, നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ വന്നത് അതങ്ങനെ തന്നെ നിങ്ങൾ സ്ഥിരപ്പെടുത്തുക, അതിനെ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ പോകേണ്ടതില്ല. എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് പറഞ്ഞത് അതങ്ങനെ തന്നെ സ്ഥിരപ്പെടുത്തുക. അതുപോലെ തന്നെ അൽ വലീദ് ഇബ്നു മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, സഅൽതു മാലിക് ഇബ്നു അനസ് വസുഫിയാൻ അസ്സൗരി വല്ലൈസ് ഇബ്നു സഅദ് വൽ ഔസാഇ, ഈ പറഞ്ഞ പണ്ഡിതന്മാരോടെല്ലാം ഞാൻ ചോദിച്ചു. സുഫിയാൻ അസ്സൗരി, ഇമാം മാലിക്, വല്ലൈസ്, അതുപോലെ തന്നെ അൽ ഇമാം അൽ ഔസാഇ, ഈ പറഞ്ഞ പണ്ഡിതന്മാരോട്, ഇമാമിയങ്ങളോട് ഞാൻ ചോദിച്ചു. എന്തിനെക്കുറിച്ച് ചോദിച്ചു? ആനിൽ അഖ്ബാരില്ലതി ജാഅത് ഫി സിഫാത്ത്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകളെക്കുറിച്ച് ഞാൻ ചോദിച്ചു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം എന്താണ്? അമിർറഹ കമാ ജാഅത് ബിലാ കൈഫ്, എങ്ങനെയാണോ ആ ഹദീസുകൾ വന്നിട്ടുള്ളത് അപ്രകാരം തന്നെ നീ അതിനെ സ്ഥിരപ്പെടുത്തുക, അതിനെ വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട. ബിലാ കൈഫിൻ, അതിനെ കൈഫ് പറയാതെ, കൈഫിയത്ത് പറയാതെ എന്ന് പറഞ്ഞാൽ അതിന് രൂപം പറയാതെ, എങ്ങനെയാണോ ആ ഹദീസുകൾ വന്നിട്ടുള്ളത് അങ്ങനെ തന്നെ അതുപോലെ നീ അതിനെ സ്ഥിരപ്പെടുത്തുക, വ്യാഖ്യാനിക്കാൻ നിൽക്കേണ്ടതില്ല. ഇതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശേഷം അദ്ദേഹം പറയുന്നു, വഅറുദ്ദു ഉഹ്ദതഹാ ഇലാ നുഖാലിഹാ, അതിൻ്റെ ഉത്തരവാദിത്തം, അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച് വന്നിട്ടുള്ള ആയത്തുകളുടെയും ഹദീസുകളും അതിൻ്റെ ഉത്തരവാദിത്തത്തെ ഞാൻ മടക്കുന്നു. ആരിലേക്ക്? ഇലാ നുഖാലിഹ, അത് ശേഷമുള്ള ആളുകളിലേക്ക് കൈമാറിയ
ആളുകളിലേക്ക് തന്നെ ഞാനതിൻ്റെ ഉത്തരവാദിത്തം അടക്കുന്നു എന്നാണ്. അതാരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. അവരാണ് ഈ ആയത്തുകളും ഹദീസുകളും ആദ്യമായി കേട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. അവരെങ്ങനെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തോ, എന്നിട്ട് അവരെങ്ങനെ ശേഷമുള്ള തലമുറയിലേക്ക് താബിഈങ്ങളിലേക്ക് അത് കൈമാറിയോ, അങ്ങനെ മുൻഗാമികൾ സലഫുകൾ ഈ ആയത്തുകളെയും ഹദീസുകളെയും എങ്ങനെ മനസ്സിലാക്കുകയും ശേഷമുള്ള ആളുകളിലേക്ക് അത് കൈമാറുകയും ചെയ്തുവോ, അവരിലേക്ക്, ആ മുൻഗാമികളിലേക്ക്, അടങ്ങുന്ന ആ മുൻഗാമികളിലേക്ക് ഞാൻ ഇതിൻ്റെ ഉത്തരവാദിത്വം അടക്കുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ വകയായി എനിക്ക് ഈ വിഷയത്തിലൊന്നും പുതിയതായി പറയാനില്ല. മറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുൻഗാമികൾ എന്താണോ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമാണ്. അതാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. വഅറുദ്ദു വഹദതഹ ഇലാ നുഖാലിഹ. എന്നിട്ട് അദ്ദേഹം പറയുന്നു വഅസൂനുഹ അൻ കുല്ലി മാ യുതഖയ്യലു. വഅസൂനുഹ, ഞാൻ അവയെ സംരക്ഷിക്കും. അള്ളാഹുവിൻ്റെ സിഫാത്തുകളെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ, ഹദീസുകൾ, അവയെ ഞാൻ സംരക്ഷിക്കും. എന്തിൽ നിന്ന്? അൻ കുല്ലി മാ യുതഖയ്യലു, മനുഷ്യൻ്റെ ചിന്തകളിൽ. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ചിന്തകളിൽ, ഭാവനകളിൽ വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ തൊട്ടെല്ലാം ഞാൻ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംരക്ഷിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ ആ നിലക്ക് അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച് തഅ്വീൽ ചെയ്യുന്ന, വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക് പോവുകയില്ല എന്നാണ് അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണത്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെ ഇല്ല എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്നത് ഇങ്ങനെ ഉള്ള തഅ്വീലിൽ നിന്ന്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച് ഈ രീതിയിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്നതിൽ നിന്ന് ഞാൻ അവയെ സംരക്ഷിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇനി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 1-2 അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതിലൊന്നാമത്തേത് അസ്മാ ഉല്ലാഹി വസിഫാത്തു മബ്നിയത്തുൻ അല തൗഖീഫ്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമൊക്കെ അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് തൗഖീഫാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നതിൽ പരിമിതപ്പെടുത്തുക എന്നതാണ്. ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പേരുകളും സിഫത്തുകളും എന്താണോ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള പേരുകളും വിശേഷണങ്ങളും എന്താണോ അത് നമ്മൾ സ്ഥിരപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കില്ലാത്ത പേരുകളും അവനില്ലാത്ത വിശേഷണങ്ങളും അള്ളാഹുവിനുണ്ട് എന്ന് പറയുക, അത് ഇൽഹാദിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇൽഹാദ് നടത്തുന്നതിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നതായി കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും യാതൊരു നിലക്കുള്ള തെളിവിൻ്റെ പിൻബലവുമില്ലാതെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പേരുകളും വിശേഷണങ്ങളും വകവെച്ച് കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിൻ്റെ വിഷയത്തിൽ കാണിക്കുന്ന ഇൽഹാദിൽപ്പെട്ട കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ഇൽഹാദ് കാണിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായ താക്കീത് പരിശുദ്ധ ഖുർആനിൽ നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഖാഇദ. രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാന തത്വം എന്നുള്ളത്, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ സ്ഥിരപ്പെടുത്തുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, അതിൽ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന ചില നിബന്ധനകളുണ്ട്, ചില ഉപാധികളുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സ്ഥിരപ്പെടുത്തുമ്പോൾ ഇന്ന കാര്യങ്ങളൊന്നും അവിടെ നമ്മുടെ വിശ്വാസത്തിൽ കടന്നു കയറാൻ പാടില്ല. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്? ഒന്നാമത്തെ കാര്യം, തഅ്തീൽ ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തേത് തഹരീഫ് ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത്തേത് തംസീലും. നാലാമത്തേത് തകീഫും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അള്ളാഹുവിൻ്റെ സിഫത്തുകൾ വിശ്വസിക്കുന്നതിൽ, സ്ഥിരപ്പെടുത്തുന്നതിൽ ഉണ്ടാവാൻ പാടില്ല. തഅ്തീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തഅ്തീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഷേധിക്കുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെ വിശേഷണങ്ങളുമൊന്നുമില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഖുർആനിലും ഹദീസുകളിലും അള്ളാഹുവിനെ കുറിച്ച് വന്നിട്ടുള്ള വിശേഷണങ്ങളെ നിഷേധിക്കുക എന്നുള്ളത്. ഇത് 2 രീതിയിലുണ്ട്. തഅ്തീലുൻ കുല്ലി, അതുപോലെ തന്നെ തഅ്തീലുൻ ജുസ്ഇ. പാടെ നിഷേധിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ജഹ്മിയാക്കളെ പോലെ, അതുപോലെ തന്നെ മുഅ്തസിലിയാക്കളെ പോലെ. ഇവർ അള്ളാഹുവിൻ്റെ
മുഴുവൻ വിശേഷണങ്ങളെയും നിഷേധിക്കുന്ന വിഭാഗങ്ങളാണ്. ഒന്നും അവർ വിശ്വസിക്കുകയില്ല, സ്ഥിരപ്പെടുത്തുകയില്ല. എന്നാൽ ബിദ്അത്ത് കക്ഷികളിൽ തന്നെ, ബിദ്അത്തുകാരിൽ തന്നെ അശ്അരികളെപ്പോലെ മാതുരിദികളെപ്പോലെയുള്ള ചില വിഭാഗം ആളുകൾ അവർ അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളെയും നിഷേധിക്കുന്നില്ല, എന്നാൽ മറിച്ച് ചില സിഫത്തുകളെ അവർ അംഗീകരിക്കും. അശ്അരികളെക്കുറിച്ചൊക്കെ പറയപ്പെട്ടിട്ടുള്ളത് അവർ അള്ളാഹുവിൻ്റെ 7 സിഫത്തുകളെ അംഗീകരിക്കും, ബാക്കിയുള്ള മുഴുവൻ സിഫത്തുകളെ അവർ നിഷേധിക്കുകയും അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിച്ച് അർത്ഥം മാറ്റി പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഒന്നുകിൽ നിഷേധിക്കുക അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതാണ് തഅ്തീൽ. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച് വിശ്വസിക്കുമ്പോൾ, സ്ഥിരപ്പെടുത്തുമ്പോൾ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഖുർആനിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും വന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ സിഫത്തുകളായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? തഹരീഫ് ഉണ്ടാവാൻ പാടില്ല. തഹരീഫ് എന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനം. അത് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ സ്ഥിരപ്പെടുത്തുന്നതിൽ ഉണ്ടാകാൻ പാടില്ല. അത് 2 രീതിയിലുണ്ട്. തഹരീഫുൻ ലഫ്ദി, അതുപോലെ തന്നെ തഹരീഫുൻ മഅനവി. തഹരീഫുൻ ലഫ്ദി എന്ന് പറഞ്ഞാൽ വാക്കിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി അതിനെ ദുർവ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം തഹരീഫുൻ മഅനവിയാണ്. വാക്കിൽ വ്യത്യാസങ്ങളൊന്നും വരുത്തുന്നില്ലെങ്കിലും അതിൻ്റെ അർത്ഥം ദുർവ്യാഖ്യാനിക്കുക, മാറ്റി പറയുക, യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് മാറ്റി മറ്റൊരർത്ഥം അവിടെ കൊണ്ടുവരിക. അത് തഹരീഫാണ്, അത് ദുർവ്യാഖ്യാനമാണ്. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ബിദ്അത്തുകാരുടെ ഉദ്ധരണികളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ മുമ്പ് ചിലതൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അള്ളാഹുവിൻ്റെ കൈ എന്ന്, അള്ളാഹുവിൻ്റെ യദ് എന്ന സിഫത്ത്, അത് ആ രീതിയിൽ അവർ അതിന് അർത്ഥം പറയുകയില്ല. അള്ളാഹുവിൻ്റെ കൈ എന്നതിന് അർത്ഥം പറയുകയില്ല. ഈ ബിദ്അത്തുകാർ എന്ത് പറയും? ഈ അശ്അരികളെ പോലെയുള്ള മാതുരിദികളെ പോലെയുള്ള ഈ ബിദ്അത്തിൻ്റെ കക്ഷികൾ എന്ത് പറയും? അവിടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കൈയല്ല, അവിടെ അള്ളാഹുവിൻ്റെ ശക്തി, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്ന അർത്ഥമാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന രീതിയിൽ അവരതിനെ അർത്ഥം മാറ്റി ദുർവ്യാഖ്യാനിക്കും. അപ്പോൾ ഇതിനെ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ബിദ്അത്തുകാർ തഹരീഫ് നടത്തുന്നത് പോലെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് മാറ്റി ദുർവ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പാടില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് തംസീൽ ഉണ്ടാകാൻ പാടില്ല. തംസീൽ എന്ന് പറഞ്ഞാൽ സാദൃശ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ മറ്റു സൃഷ്ടികളുടെ വിശേഷണങ്ങളുമായി സാദൃശ്യപ്പെടുത്തുക, അല്ലെങ്കിൽ സൃഷ്ടികളുടെ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ സിഫത്തുമായി സാദൃശ്യപ്പെടുത്തുക, ഇതൊന്നും അള്ളാഹുവിൻ്റെ സിഫത്തുകൾ സ്ഥിരപ്പെടുത്തുന്ന വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ തകീഫ് എന്നുള്ളതാണ്. തകീഫ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് രൂപം പറയുക. അള്ളാഹുവിൻ്റെ ഇന്ന വിശേഷണം ഇന്നതുപോലെയാണ്, അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ഇന്ന കൈ പോലെയാണ്, അള്ളാഹുവിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ ഇന്ന മുഖം പോലെയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾക്ക് രൂപം പറയുക എന്നുള്ളതും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് രൂപം പറയരുത് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകൾക്ക് രൂപമില്ല എന്ന് അതിലർത്ഥമില്ല. പ്രത്യേകം മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ സ്ഥിരപ്പെടുത്തുമ്പോൾ തകീഫ് നടത്തരുത്, രൂപം പറയരുത് എന്ന് പറയുമ്പോൾ അതിനെന്തർത്ഥമില്ല? അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് രൂപമേ ഇല്ല എന്ന അർത്ഥം അതിനില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് രൂപമുണ്ട്, പക്ഷെ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയുകയില്ല. അതാണ് അഹ്ലുസുന്നയും ഈ ബിദ്അത്തുകാരും തമ്മിലുള്ള വ്യത്യാസം. അഹ്ലുൽ ബിദ്അത്തുകാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, മുഫവ്വിദുകൾ, തഫ്വീലിൻ്റെ ആളുകൾ എന്ന് പറയും. അവരുടെ നിലപാട് എന്താണ്? അവർ അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ അർത്ഥം, മഅനയെയും അവർ നിഷേധിക്കും. അഥവാ അങ്ങനെ ഒരു അർത്ഥം പോലും അതിന് അവർ സ്ഥിരപ്പെടുത്തി പറയുകയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹുവിൻ്റെ മുഖം എന്നാണ് അതിന് നമ്മൾ അർത്ഥം പറയുക. കാരണം വജ്ഹ് എന്നുള്ളതിന് അറബി ഭാഷയിൽ അതാണ് അതിൻ്റെ അർത്ഥം. അത് ആ നിലക്ക് അഹ്ലുസുന്ന അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ വജ്ഹ് എന്നുള്ളതിന് വജ്ഹ് എന്ന അർത്ഥം പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്യും. അള്ളാഹുവിന് വജ്ഹുണ്ട്, അതിനൊരു രൂപവുമുണ്ട്. പക്ഷേ അതെങ്ങനെയെന്നുള്ളത് എന്തറിയില്ല, അതിൻ്റെ കൈഫിയത്ത്, ആ രൂപം എങ്ങനെയെന്നുള്ളത് നമുക്കറിയുകയില്ല. അതാണ് അഹ്ലുസുന്നയുടെ ആദർശം. പക്ഷേ ഈ തഫ്വീദിൻ്റെ ആളുകൾ എന്ത് പറയും? അള്ളാഹുവിൻ്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുഖം എന്ന് അർത്ഥം പറയാവതല്ല. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അവർ പറയും അല്ലാഹു അഅലം, അത് നമുക്കറിയില്ല.
എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച് വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളും അതിൻ്റെ അർത്ഥത്തെ പോലും അവർ എന്ത് ചെയ്യും? സ്ഥിരപ്പെടുത്തുകയില്ല, നിഷേധിക്കും. ഈ രീതിയിൽ അല്ല അഹ്ലുസുന്ന കൈഫിയത്തിനെ പാടില്ല എന്ന് പറഞ്ഞത്. മറിച്ച് കൈഫിയത്തിന് രൂപം പറയരുത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ അർത്ഥം നമ്മൾ സ്ഥിരപ്പെടുത്തണം. അതിനൊരർത്ഥമുണ്ട്, അള്ളാഹുവിന് സിഫത്തുണ്ട്, ഇല്ലാത്ത കാര്യം അള്ളാഹു പറയുകയില്ല. പക്ഷേ ആ സിഫത്തുകളുടെ യഥാർത്ഥ രൂപം, അതിൻ്റെ കൈഫിയത്ത് എങ്ങനെയെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമല്ല. അപ്പോൾ ഇവിടെ നിഷേധിക്കുന്നത് എന്തിനെയാണ്? മഅനയല്ല, സിഫത്തുകളുടെ അർത്ഥത്തെയല്ല, മറിച്ച് കൈഫിയത്തിൻ്റെ ഇൽമിനെയാണ്, കൈഫിയത്തിനെ കുറിച്ചുള്ള അറിവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിഷേധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തഫ്വീദ് ചെയ്യണം. ഏത് കാര്യത്തിൽ ചെയ്യണം? തഫ്വീദ് നിർബന്ധമായും ചെയ്യേണ്ടത് സിഫത്തുകളുടെ കൈഫിയത്തിനെ കുറിച്ചുള്ള ഇൽമിനെ കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ രൂപത്തെക്കുറിച്ചുള്ള അറിവ് അതെങ്ങനെയാണ്? അത് ആ വിഷയത്തിൽ നമ്മൾ നിർബന്ധമായും തഫ്വീദ് ചെയ്യണം. തഫ്വീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് വിടുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ആലം, അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ കൈഫിയത്ത് എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ മുഖം എങ്ങനെയാണ്, നമുക്കറിയില്ല. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ആ കൈഫിയത്തിൻ്റെ ഇൽമിനെയാണ് നമ്മൾ തഫ്വീദ് ചെയ്യേണ്ടത് നിർബന്ധമായും, അല്ലാതെ അതിൻ്റെ മഅനയെക്കുറിച്ചല്ല. അവിടെ പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ അർത്ഥം പറയുന്നിടത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? തഫ്വീദ് ചെയ്യാൻ പാടില്ല. അത് തഫ്വീദ് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. അപ്പോൾ കൈഫിയത്ത് പറയുന്നിടത്ത് തഫ്വീദ് നിർബന്ധവും അർത്ഥം പറയുന്നിടത്ത് തഫ്വീദ് ചെയ്യൽ നിഷിദ്ധവുമാണ്. കാരണം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു, കൈഫ് എന്നുള്ളത് നമുക്കറിയാത്ത കാര്യമാണ്. എങ്ങനെയെന്നുള്ളത് നമുക്ക് അള്ളാഹുവോ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല. അത് മജ്ഹൂലായ കാര്യമാണ്. എന്നാൽ അത് ഇല്ലാത്ത കാര്യമല്ല, കൈഫിയത്ത് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് രൂപമുണ്ട്. ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചല്ല അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിന് മുഖമുണ്ട്, കൈയുണ്ട്, സിഫത്തുകളുണ്ട്, അതില്ലാത്ത കാര്യമല്ല. പക്ഷെ ആ ഉള്ള കാര്യത്തിൻ്റെ രൂപം എങ്ങനെയെന്ന് നമുക്കറിയില്ല, മജ്ഹൂലായ കാര്യമാണ്. അപ്പോൾ ആ അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് അതിൻ്റെ ഇൽമിനെ വിടുക. ഇതാണ് തഫ്വീദ് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ബിദഅത്തിൻ്റെ കക്ഷികൾ ഈ രണ്ട് രീതിയിലും അർത്ഥവും കൈഫിയത്തും എല്ലാം മൊത്തത്തിൽ അവർ അതിനെ തഫ്വീദ് ചെയ്യും. അതുകൊണ്ട് അവർ എത്തിപ്പെട്ടത് എന്തിലേക്കാണ്? സിഫത്തുകളെ നിഷേധിക്കുന്നതിലേക്കാണ് അവർ എത്തിപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുൽ മുസ്തആൻ. നോക്കൂ, ഇബ്നുൽ മാജിഷൂൻ റഹിമഹുല്ല, അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ല, ഇരുവരും പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നാ ലാ നഅലമു കൈഫിയത മാ അഖ്ബറല്ലാഹു ബിഹി അൻ നഫ്സിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തെക്കുറിച്ച് വിശേഷണങ്ങളായി പറഞ്ഞു തന്നതിൻ്റെ രൂപത്തെക്കുറിച്ച് നമുക്കറിയുകയില്ല. രൂപം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. വ ഇൻ കുന്നാ നഅലമു തഫ്സീറഹു വ മഅനാഹ്. എന്നാൽ നമുക്ക് എന്തറിയാം? അതിൻ്റെ അർത്ഥം അറിയാം. വജ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖം, അത് നമുക്കറിയാം. ഐൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ്, അത് നമുക്കറിയാം. ആ സിഫത്തുകളുടെ മാന നമുക്കറിയാമെങ്കിലും പക്ഷെ ആ സിഫത്തുകളുടെ രൂപം എങ്ങനെയെന്ന് നമുക്കറിയുകയില്ല. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇമാം മാലിക് റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിൽ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവം, അത് നമ്മൾ ഒരുപാട് കേട്ടതാണ്. അദ്ദേഹം ദർസ് എടുക്കുന്നതിനിടയിൽ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന ആയത്തിനെ വിശദീകരിക്കുകയായിരുന്നു. ആ ആയത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, ആരോഹണം ചെയ്തിരിക്കുന്നു, അർശിന് മുകളിലായിരിക്കുന്നു എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, കൈഫ ഇസ്തവ, എങ്ങനെയാണ് ഇസ്തിവാ ചെയ്തത്? അവിടെ അയാൾ ചോദിച്ചത് എന്താണ്? ഇസ്തിവാഇൻ്റെ അർത്ഥത്തെ അല്ല, ഇസ്തിവാ എങ്ങനെ എന്ന കൈഫിയത്തിനെ കുറിച്ചാണ് അയാൾ ചോദിച്ചത്. അപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം ഒരല്പം തലതാഴ്ത്തിയിരുന്നു. ഒരല്പസമയശേഷം ആ ചോദ്യം ചോദിച്ച വ്യക്തിയോട് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞു കൊടുക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളുണ്ടല്ലോ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ സിഫത്തുകളെക്കുറിച്ചും ആ നിലക്ക് ആ 4 കാര്യങ്ങൾ വെച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അഹ്ലുസുന്നയുടെ യഥാർത്ഥ പാതയിൽ നമുക്ക് നിലയുറപ്പിക്കാൻ സാധിക്കും. പിഴച്ചു പോകാതിരിക്കാൻ നമുക്കത് ഏറെ സഹായകമാകുന്ന അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്. 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അൽ ഇസ്തിവാ മഅലൂം. അള്ളാഹു ഇസ്തിവാ ചെയ്തെന്നുള്ളത് മഅലൂമായ കാര്യമാണ്, അതറിയപ്പെട്ട കാര്യമാണ്.
അത് ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമാണ് അള്ളാഹു ഇസ്തിവാ ചെയ്തെന്നുള്ളത്. അതുപോലെ തന്നെ ഇസ്തിവാഇന് ഭാഷയിൽ ഒരർത്ഥമുണ്ട്. ആല വർത്തഫ എന്നർത്ഥമുണ്ട്, ഉയർന്നു, മുകളിലായി എന്നർത്ഥമുണ്ട്. അപ്പോൾ ഇസ്തിവാ എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫു മജ്ഹൂലുൻ, എന്നാൽ ആ ഇസ്തിവാഇൻ്റെ അർത്ഥം അറിയാമെങ്കിലും അതിൻ്റെ രൂപം കൈഫ് മജ്ഹൂലാണ്, രൂപം എങ്ങനെയെന്നുള്ളത് അറിയാത്ത കാര്യമാണ്. വൽ ഈമാനു ബിഹി വാജിബുൻ, അള്ളാഹു ഈ പറഞ്ഞ കാര്യം വിശ്വസിക്കുക എന്നുള്ളത് വാജിബാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതിനെക്കുറിച്ച് എങ്ങനെയെന്നുള്ള ചോദ്യം ബിദ്അത്താണ്, പുത്തൻ കാര്യമാണ്. കാരണം സഹാബത്ത് ചോദിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവരാരെങ്കിലും ചോദിച്ചു ഇതെങ്ങനെ? അവരാരെങ്കിലും ഇതിനെക്കുറിച്ച്, അതിൻ്റെ കൈഫിയത്തിനെക്കുറിച്ച് അറിയാൻ തുനിഞ്ഞോ? ഇല്ല. അപ്പോൾ അവർ മൗനം പാലിച്ചിടത്ത് നമ്മൾ മൗനം പാലിക്കുക, അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുക എന്നുള്ളത് ബിദ്അത്താണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ സഹോദരങ്ങളെ, സിഫത്തുകളുടെ അർത്ഥം നമുക്കറിയാം, പക്ഷേ സിഫത്തുകളുടെ കൈഫിയത്ത് അറിയില്ല. അത് അള്ളാഹുവിലേക്ക് വിടുക, അല്ലാഹു ആലം. എന്നാൽ അത് വിശ്വസിക്കലോ നിർബന്ധമാണ്. അതിൻ്റെ കൈഫിയത്തിനെ കുറിച്ച് ചോദിക്കുക എന്നത് ബിദ്അത്തായ കാര്യവുമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് ഈ വരികളിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ എന്താണ്? വജമീഉ ആയാതി സിഫാതി ഉമിറുഹാ ഹഖ്ഖൻ കമാ നഖല തിറാസുൽ അവ്വലു, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മുഴുവൻ ആയത്തുകളും അതിൽ എന്തുപെടും? ഹദീസുകളും ഉൾപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കുറിച്ച് വന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ അതിനെ സ്ഥിരപ്പെടുത്തും യഥാർത്ഥ രൂപത്തിൽ തന്നെ. കമാ നഖല തിറാസുൽ അവ്വലു, അവിടെ മൻഹജും പറഞ്ഞു. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സ്ഥിരപ്പെടുത്തേണ്ട അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കേണ്ട ഒരു മൻഹജ് പറഞ്ഞു. എങ്ങനെയാണ്? മുൻഗാമികൾ എങ്ങനെയാണോ അത് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും കൈമാറുകയും ചെയ്തത്, അതുപോലെ ഞാൻ അതിനെ സ്ഥിരപ്പെടുത്തും. വ അറുദ്ദു ഉഹ്ദതഹാ ഇലാ നുഖാലിഹാ, അതിൻ്റെ വിഷയത്തിൽ എനിക്ക് പുതിയതായി ഒന്നും പറയാനില്ല. ആ സിഫത്തുകളുടെ വിഷയത്തിലുള്ള അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ആരിലേക്ക് മടക്കുന്നു? അത് നമ്മളിലേക്ക് കൈമാറിയ സഹാബത്ത് മുൻഗാമികളിലേക്ക് ഞാൻ മടക്കുന്നു. വ അസൂനുഹ അൻ കുല്ലി മാ യുതഖയ്യലു, മാത്രവുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളെക്കുറിച്ച് മനുഷ്യൻ്റെ ചിന്തകളിലും ഭാവനകളിലും വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവയിൽ നിന്നെല്ലാം അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും. ഇതാണ് അദ്ദേഹം ഈ വരികളിൽ പറഞ്ഞിട്ടുള്ളത്. ശേഷം അടുത്ത വരിയിലൂടെ ഷെയ്ഖ് റഹിമഹുല്ലാഹ് പറയുന്നു, ഖുബ്ഹൻ ലിമൻ നബദൽ ഖുർആന വറാഅഹു വഇദ ഇസ്തദല്ല യഖൂലു ഖാലൽ അഖ്തലു. ഈ വരിയിൽ ഷെയ്ഖ് പറയുന്നത്, സംസാരിക്കുന്നത് പരിശുദ്ധ ഖുർആനും ഹദീസുകളുമാകുന്ന തെളിവുകളെ, പ്രമാണങ്ങളെ ഉപേക്ഷിച്ചവനുള്ള ആക്ഷേപമാണ്. അതുപോലെ തന്നെ അശ്അരികൾക്കും മുഅ്തസിലികൾക്കുമുള്ള മറുപടിയും അദ്ദേഹത്തിൻ്റെ ഈ വരിയിൽ നമുക്ക് കാണാം. എന്നാൽ അദ്ദേഹം പറയുന്നത് ഖുബ്ഹൻ, ഖുബ്ഹൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദുആ ആണ് ഉദ്ദേശിക്കുന്നത്. അദ്ദുആഉ ബിത്തഖ്ബീഹ്, അള്ളാഹു നിന്ദിക്കട്ടെ, വഷളാക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. ആർക്കെതിരെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? ലിമൻ, ഒരുവനെ അള്ളാഹു നിന്ദിക്കട്ടെ. എന്താണ് അവൻ്റെ കാര്യം? നബദൽ ഖുർആന വറാഅഹു, അവൻ പരിശുദ്ധ ഖുർആനിനെ അവൻ്റെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. വ ഇദസ്തദല്ല, മാത്രമല്ല അവൻ വിശ്വാസ കാര്യങ്ങളിൽ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും അവലംബിക്കാതെ അതിനെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞ അവൻ വിശ്വാസ കാര്യങ്ങളിൽ തെളിവ് പിടിക്കുമ്പോൾ യഖൂലു, അവൻ ഇപ്രകാരം പറയും, ഖാലൽ അഖ്തലു, ഇതാ അഖ്തൽ ഇന്ന കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് തെളിവ് പിടിക്കുന്ന സന്ദർഭത്തിൽ അവൻ പറയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരുവനെ അള്ളാഹു നിന്ദിക്കട്ടെ എന്നാണ് അദ്ദേഹം ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിനെയും ഹദീസുകളെയും പിറകിലേക്ക് വലിച്ചെറിയുകയും എന്നാൽ വിശ്വാസ കാര്യങ്ങളിൽ തൻ്റെ തെറ്റായ ആദർശം, ബാത്തിലായ ആദർശത്തെ സമർത്ഥിക്കാൻ, അതുപോലെ തന്നെ ഹക്കിനെ എതിർക്കുന്ന സന്ദർഭത്തിലൊക്കെ അവൻ തെളിവ് പിടിക്കുമ്പോൾ എന്തു പറയും? അഖ്തൽ പറഞ്ഞിരിക്കുന്നു. ഖുർആൻ സുന്നത്ത് ഒഴിവാക്കിയിട്ട് അവനെന്ത് പറയും? അഖ്തൽ പറഞ്ഞിരിക്കുന്നു എന്ന്. ഈ അഖ്തൽ ആരാണ്? അഖ്തൽ എന്ന് പറഞ്ഞാൽ നസ്രാണിയായ ഒരു ഷാഇറാണ്, കവിയാണ്. അയാളുടെ പേര് ഗിയാസ് ഇബ്നു ഗൗസ് അത്തഗ്ലബി. ഹിജ്റ 95 മരണപ്പെട്ട ഒരു നസ്രാണിയായ കവിയാണ് അഖ്തൽ. ഇവിടെ അദ്ദേഹം ഈ രീതിയിൽ തെളിവ് പിടിച്ചിട്ടുള്ള അശ്അരികളെയും മുഅ്തസിലികളെയും ഉദ്ദേശിച്ചുകൊണ്ട്, അവരെ ആക്ഷേപിച്ചുകൊണ്ട് അവർക്കുള്ളൊരു മറുപടിയാണ് അദ്ദേഹം ഇവിടെ
സംസാരിക്കുന്നത്. അവർ വിശ്വാസകാര്യങ്ങളിൽ ചില വിഷയങ്ങളിൽ പരിശുദ്ധ ഖുർആനിലെയും ഹദീസുകളിലെയും വ്യക്തമായി വന്നിട്ടുള്ള പ്രമാണങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവരുടെ പിഴച്ച ആദർശം സമർത്ഥിക്കാൻ അവർ അവലംബിച്ചിട്ടുള്ളത് ഈ നസ്രാണിയായ ഒരു കവി അഖ്തൽ എന്ന ഈ കവി അയാൾ പറഞ്ഞിട്ടുള്ള അയാളുടെ കവിതയിലെ ഒരു വരിയാണ്, അല്ലെങ്കിൽ 1-2 വരികളാണ് അവർ അവലംബിച്ചിട്ടുള്ളത്. ഒരു വിശ്വസ്തനായ ഒരു മുസ്ലിമിൻ്റെ വാക്ക് പോലും നമുക്ക് ദലീലായി അവലംബിക്കാവുന്നതല്ല. പരിശുദ്ധ ഖുർആനിനെയും ഹദീസുകളെയും ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെതിരായിക്കൊണ്ട് ഒരു വിശ്വസ്തനായ എത്ര മുസ്ലിമീങ്ങൾ വന്ന് പറഞ്ഞാൽ പോലും അവരുടെ വാക്കുകൾ നമുക്ക് തെളിവായി അവലംബിക്കാവുന്നതല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നസ്രാണിയായ അഖ്തൽ എന്ന് പറയുന്ന ഈ കവിയുടെ ഈ വരികളിൽ അടങ്ങുന്ന വാക്കുകൾ തെളിവായി അവലംബിക്കുക വിശ്വാസകാര്യങ്ങളിൽ, ദീനിൻ്റെ വിഷയങ്ങളിൽ? അപ്പോൾ ഒരിക്കലും അത് പാടില്ലാത്ത കാര്യമാണ്, തെറ്റായ വിഷയമാണ്. മറിച്ച് ദീനിൽ തെളിവായി അവലംബിക്കേണ്ടത് പരിശുദ്ധ ഖുർആനും ഹദീസുകളും മാത്രമാണ്. ഇവിടെ അശ്അരികൾ അവരുടെ പിഴച്ച ആദർശം സ്ഥാപിക്കാൻ അഖ്തലിൻ്റെ കവിതയിൽ നിന്ന് ഒരു വരി തെളിവായി പിടിച്ചത് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അശ്അരികൾക്കൊരു വാദമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം എന്ന സിഫത്തിനെ അവർ യഥാർത്ഥ രൂപത്തിൽ സ്ഥിരപ്പെടുത്തുന്നവരല്ല, അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവരാണ്. നമ്മൾ അഹ്ലുസുന്ന എന്താണ് കലാം എന്ന സിഫത്തിനെക്കുറിച്ച് വിശ്വസിക്കുന്നത് എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. കലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്താണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ സംസാരിക്കുന്നവനാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമിൽപ്പെട്ടതാണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ സന്ദർഭത്തിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അശ്അരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശം എന്താണ്? അവർ പറയുന്നത് കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംസാരം എന്ന സിഫത്ത് അത് യഥാർത്ഥ രൂപത്തിലുള്ള സംസാരമല്ല എന്ന് പറഞ്ഞാൽ അത് ശബ്ദവും അക്ഷരങ്ങളും ഒന്നുമുള്ള രീതിയിലുള്ള സംസാരമല്ല, മറിച്ച് അത് മനസ്സിലുള്ള സംസാരമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലുള്ള സംസാരമാണ് എന്ന രീതിയിലാണ് അവരതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്നിട്ടതിന് തെളിവായി അവരുടെ ആ വാദത്തിന്, പിഴച്ച ആദർശത്തിന് സമർത്ഥിക്കാനുള്ള അവലംബമായി അവർ കൊണ്ടുവന്നതാകട്ടെ ഈ അഖ്തൽ എന്ന് പറയുന്ന നസ്രാണിയായ കവിയുടെ കവിതയിൽ നിന്നുള്ളൊരു വരിയാണ്. അതിപ്രകാരമാണ്: ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീലു. ഇന്നൽ കലാമ, തീർച്ചയായും കലാം സംസാരം എന്നുള്ളത്, ലഫിൽ ഫുആദി, അത് ഹൃദയത്തിലുള്ളതാണ്, മനസ്സിലുള്ളതാണ്. വ ഇന്നമ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീലു, മനസ്സിലുള്ളതിനുള്ള തെളിവായി കൊണ്ടാണ് നാവിനെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. ഈ വരിയാണ് അവർ തെളിവ് പിടിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അനേകം തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഹദീസുകളിൽ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം അവൻ യഥാർത്ഥ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട്, ശബ്ദവും ഹർഫും ശബ്ദവും അക്ഷരങ്ങളുമുള്ള രീതിയിൽ, കേൾക്കുന്ന രീതിയിൽ അവൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് സമർത്ഥിക്കാവുന്ന ഒരുപാട് തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതെല്ലാം ഒഴിവാക്കി അവർ തെളിവ് പിടിച്ചതാകട്ടെ ഈ നസ്രാണിയായ കവിയുടെ വരികളാണ്. അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ അതിന് കൃത്യമായി പല നിലക്കും ഈ പിഴച്ച വാദത്തിന് കൃത്യമായി മറുപടി കൊടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ആ മറുപടിയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതാണ് ഈ അശ്അരികൾ ഈ അവരുടെ വാദത്തിന് അഖ്തലിൻ്റെ വരിയിൽ നിന്ന് തെളിവ് പിടിച്ച ഭാഗം. അതിനെയാണ് ഷെയ്ഖ് റഹിമുള്ള ഈ കവിതയിൽ എതിർക്കുന്നത്. അതുപോലെ തന്നെ മുഅ്തസിലികളും ഈ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ ഇസ്തിവാ എന്ന സിഫത്തിനെ, അള്ളാഹു അർശിൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്ന സിഫത്തിനെ നിഷേധിക്കാൻ അവർ, അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനിക്കാൻ അവർ തെളിവ് പിടിച്ചിട്ടുള്ളത് ഈ അഖ്തലിൻ്റെ കവിതയായി പറയപ്പെടുന്ന കവിതയിലുള്ള ഒരു വരിയിൽ നിന്നാണ്. അതിപ്രകാരമാണ്: ഖദ് ഇസ്തവ ബിശ്റുൻ അലൽ ഇറാഖി എന്ന് തുടങ്ങുന്ന ഒരു വരിയാണ്. ഖദ് ഇസ്തവ ബിശ്റുൻ അലൽ ഇറാഖി. ബിശ്ർ ഇറാഖ് കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരു വരിയാണ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ വരികൾ തെളിവ് പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്?
ഇവിടെ ഉദ്ദേശം ഇസ്തവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്തൗല എന്ന അർത്ഥമാണ്. ഇസ്തവ എന്ന് പറഞ്ഞാൽ ആരോഹണം ചെയ്തു, അർഷിന് മുകളിലായി എന്ന അർത്ഥമല്ല, മറിച്ച് ഇവിടെ ഈ കവിതയിൽ പറഞ്ഞതുപോലെ ബിഷ്ർ ഇറാഖ് കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ അവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്തവ എന്നതിന് അർത്ഥം ഇസ്തൗല എന്നാണ് എന്ന് അവർ വ്യാഖ്യാനിക്കുകയും അർത്ഥം പറയുകയും ചെയ്തു. അതിന് തെളിവായി കൊണ്ടുവന്നതാകട്ടെ ഈ അഖ്തലിൻ്റെ കവിതയായി പറയപ്പെടുന്ന ഈ വരിയുമാണ്. അല്ലാഹുൽ മുസ്തആൻ. അപ്പോൾ ഇതാണ് മുഅ്തസിലികൾ അവരുടെ പിഴച്ച ആദർശം സമർത്ഥിക്കാൻ അഖ്തലിനെ തെളിവ് പിടിച്ച ഭാഗം. അപ്പോൾ അവർക്കെതിരെയാണ് ഷെയ്ഖ് റഹിമഹുല്ലാ, അവരെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഷെയ്ഖ് റഹിമഹുല്ലാ ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഖുബ്ഹൻ ലിമൻ നബദൽ ഖുർആന വറാഅഹു വഇദാ ഇസ്തദല്ല യഖൂലു ഖാലൽ അഖ്തലു. ഇങ്ങനെ വിശ്വാസകാര്യങ്ങളിൽ പരിശുദ്ധ ഖുർആനും ഹദീസുകളുമാകുന്ന പ്രമാണങ്ങളെ അവലംബിക്കാതെ അവയെ തൻ്റെ പിറകിലേക്ക് വലിച്ചെറിയുകയും അതിനെ പരിഗണിക്കാതിരിക്കുകയും ഇനി വിശ്വാസകാര്യങ്ങളിൽ അവരുടെ തെറ്റായ ആദർശം, ബാത്തിലായ ആദർശം സമർത്ഥിക്കാൻ തെളിവൊടിക്കുന്ന സന്ദർഭത്തിൽ അവർ എന്തു പറയുകയും ചെയ്യും? അഖ്തൽ എന്ന് പറയുന്ന നസ്രാനിയായ കവിയുടെ വരികൾ ഉദ്ധരിക്കുകയും ചെയ്യും. എന്നിട്ട് അവർ അതുകൊണ്ട് സമർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹു നിന്ദിക്കട്ടെ, അവർക്ക് നിന്ദ്യത ഉണ്ടാവട്ടെ എന്ന രീതിയിൽ അവർക്കെതിരെ അദ്ദേഹം ദുആ ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല ആലം. ഈ പറഞ്ഞ അശ്അരികൾക്കും മുഅ്തസിലികൾക്കും അവർ ഈ ഉദ്ധരിച്ച കവിതയുടെ ഭാഗങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അതിലെ പൊള്ളത്തരങ്ങളും അവരുടെ തെളിവ് പിടിക്കുന്ന രീതിയുടെ അബദ്ധങ്ങളുമെല്ലാം കൃത്യമായി പല നിലക്കും അഹ്ലുസുന്ന അവർക്ക് മറുപടി കൊടുത്തതായി നമുക്ക് പല കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതാണ് ഈ വരിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.